നമസ്കാരം. പ്രധാന വാർത്തകൾ. മാറ്റിവെച്ച നെഹ്റു ട്രോഫി ജലമേള ഈ മാസം 28-ന്. ജലമേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. 1 കോടി രൂപയോളം അനുവദിച്ച് സർക്കാർ. പള്ളിപ്പുറത്ത് നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചാണെന്ന് അമ്മയുടെ ആൺ സുഹൃത്ത് രതീഷ്. കുഞ്ഞിന്റെ മൂക്കും വായും പൊത്തിപ്പിടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നും കുഞ്ഞിനെ കൊന്ന വിവരം അമ്മ ആശയ്ക്ക് അറിയാമായിരുന്നുവെന്നും ജില്ലാ പോലീസ് മേധാവി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പള്ളിപ്പുറത്ത് കുഞ്ഞിനെ കൊന്ന് കുഴിച്ചുമൂടിയ സംഭവം അമ്മ ആശാ മനോജിനെയും കുഞ്ഞിനെ കൊന്ന ആൺ സുഹൃത്ത് രാജേഷിനെയും ചേർത്തല കോടതിയിൽ ഹാജരാക്കി. പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ആലപ്പുഴയിലെ മാലമോഷണ വിവാദം. ആരോപണ വിധേയനായ ആലപ്പുഴ നഗരസഭയിലെ ജീവനക്കാരനെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം യോഗം ബഹിഷ്കരിച്ചു. ഈ ആവശ്യം ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ദേശീയപാത ഉയരപ്പാത നിർമ്മാണം തുടങ്ങിയ ശേഷം ദേശീയപാതയിലെ അപകടങ്ങളിൽ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 പേർ വാഹനാപകടത്തിൽ ഇവിടെ മരിച്ചിരുന്നു. വിശദമായ വാർത്തയിലേക്ക്. പള്ളിപ്പുറത്ത് നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചാണെന്ന് അമ്മയുടെ ആൺ സുഹൃത്ത് രതീഷ്. കുഞ്ഞിന്റെ മൂക്കും വായും പൊത്തിപ്പിടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നും കുഞ്ഞിനെ കൊന്ന വിവരം അമ്മ ആശയ്ക്ക് അറിയാമായിരുന്നുവെന്നും ജില്ലാ പോലീസ് മേധാവി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹസ്ബൻഡ് അറിയുന്നുണ്ട്, പക്ഷെ ഹസ്ബൻഡ് ഒരു കണ്ടീഷൻ വെച്ചിരുന്നു, കൊച്ചുമായിട്ട് വീട്ടിൽ വരാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ KM ഹോസ്പിറ്റലിൽ വെച്ച് ആണ് ഡെലിവറി നടക്കുന്നത്. ഡെലിവറി നടന്ന് 5th ഡേ ആണ്. അവിടുന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷമാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത രതീഷിനെ അവിടെ വിളിച്ചു വരുത്തി കൊച്ചിനെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ രതീഷ് ആക്ച്വലി ഫസ്റ്റ് ഒരു കൺഫ്യൂഷനായിരുന്നു, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. കൊച്ചിനെ വെച്ച് എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നമായിരുന്നു. പിന്നീടാണ് ഇതിനൊരു എലിമിനേഷൻ അല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളത്. പിന്നെ കൊച്ചിനെ ഏൽപ്പിക്കുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട് എന്താ വേണ്ട ചെയ്തോ എന്നുള്ള ഒരു പ്രശ്നം കൂടി ഉള്ളതായിട്ടാണ് രതീഷിന് മനസ്സിലായത്. അങ്ങനെയാണ് ഫസ്റ്റ് അവിടെ ഒരു സ്മോദറിംഗ് ആണ് കാണുന്നത്. സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട്, സ്മോദറിംഗ് എന്നുള്ള സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട്. മൂക്കുമായി മുട്ടിപ്പിടിച്ചിട്ടുള്ള ഒരു മർഡറാണ് നടന്നിരിക്കുന്നത്. പിന്നെ ആ ബാത്റൂമിൻ്റെ സീൻ നിങ്ങൾ കണ്ടണം വിചാരിക്കുന്നു. ബാത്റൂമിൻ്റെ സീനിൻ്റെ അവിടെ കുറച്ച് മണ്ണിളകി കാണാം. അവിടെയാണ് ആദ്യം കുഴിച്ചിട്ടുള്ളത്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലെ പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള 2 റിസൾട്ടും ഉണ്ടാകുന്ന ഒരു കേസാണ്. കാരണം ആശാ വർക്കേഴ്സിൻ്റെ ഒരു നല്ലൊരു വർക്കുണ്ട്. ആശാ വർക്കേഴ്സാണ് ഇങ്ങനെ ഒരു സ്ത്രീ അവിടെ പ്രഗ്നൻ്റായിരുന്നതും കൺസീവ് ചെയ്തിരുന്നതും ഡെലിവറി കഴിഞ്ഞ് ഇവരൊക്കെ അറിയുന്നത്. പക്ഷെ അവർ നോക്കുന്ന സമയത്ത് കൊച്ചിനെ അവിടെ വീട്ടിൽ കാണുന്നില്ല. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിലെ എൻക്വയറി എന്ന് പറയുന്നത് ഒരു കൊച്ചിനെ സെയിൽ ചെയ്തോ എന്നുള്ളതായിരുന്നു ഇൻഫോർമേഷൻ. അതൊക്കെ ഏകദേശം സോഷ്യൽ മീഡിയയിലൊക്കെ അവിടെ ലോക്കലൊക്കെ ആയിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ അത് പറഞ്ഞ സമയത്ത് ആശാ വർക്കേഴ്സ് ഡയറക്റ്റ്ലി ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്, സ്ത്രീനെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് അവർക്ക് മനസ്സിലായത് അത് ചെയ്താവാനുള്ള ചാൻസ് ഉണ്ടോ, അതിൻ്റെ ആബ്സൻസ് കണ്ടപ്പോഴാണ് അങ്ങനെ നോക്കുന്നത്. പള്ളിപ്പുറം പഞ്ചായത്ത് 17-ാം വാർഡ് കായ്പുറത്ത് വീട്ടിൽ ആശ പ്രസവിച്ച കുഞ്ഞിനെയാണ് സുഹൃത്ത് രതീഷ് കൊലപ്പെടുത്തിയത്. ചേർത്തലയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു പ്രസവം. രതീഷാണ് ആശുപത്രിയിൽ സഹായിയായി ഒപ്പമുണ്ടായിരുന്നത്. മറ്റൊരു ബന്ധുവും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. പ്രസവം സംബന്ധിച്ച് ആശയുടെ ഭർത്താവിന് അറിവുണ്ടായിരുന്നു. കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരരുത് എന്ന ഉപാധി വെച്ചാണ് പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് അയച്ചത്. പ്രസവിച്ച 5-ാം ദിവസമാണ് കുഞ്ഞിനെ ബിഗ് ഷോപ്പറിലാക്കി രതീഷിന് കൈമാറിയത്. കുഞ്ഞിനെ രതീഷ് വീട്ടിൽ എത്തിച്ച ശേഷം വായും മൂക്കും പൊത്തി കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ പറഞ്ഞു. ആശാവർക്കറുടെ ഇടപെടലാണ് സംഭവം പുറത്തറിയാൻ നിർണായകമായത്. കുഞ്ഞിനെ തൃപ്പൂണിത്തറയിലുള്ള സ്ത്രീകൾക്ക് വിറ്റുവെന്നാണ് ആശ ആദ്യം പറഞ്ഞത്. സംശയം തോന്നിയ ആശാവർക്കർ പഞ്ചായത്തംഗത്തെയും പ്രസിഡന്റിനെയും വിവരമറിയിച്ചു. പിന്നീടാണ് ഇവർ പോലീസിൽ വിവരമറിയിച്ചത്. ആശയുടെ മൊബൈൽ ഫോണിൽ നിന്ന് വിളിച്ചാണ് രതീഷിനെ വീട്ടിലേക്ക് വരുത്തി കസ്റ്റഡിയിലെടുത്തത്. സംഭവം പുറത്തറിഞ്ഞതോടെ കുഴിച്ചിട്ട മൃതദേഹം പുറത്തെടുത്ത് കത്തിച്ചു കളയാനായിരുന്നു രതീഷിന്റെ ഉദ്ദേശം. എന്നാൽ ആശയുടെ ഫോണിൽ നിന്ന് വിളിച്ചു വരുത്തിയതോടെ ഈ പദ്ധതി പരാജയപ്പെട്ടു. രതീഷിനെതിരെ കൊലക്കുറ്റം ചുമത്തി. ആശയ്ക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരവും തെളിവ് നശിപ്പിച്ചതിനുമാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പഞ്ചായത്ത് അധികൃതർ കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റുവാങ്ങി ആലപ്പുഴ വലിയ ചുടുകാട് ശ്മശാനത്തിൽ സംസ്കരിച്ചു. മാറ്റിവെച്ച നെഹ്റു ട്രോഫി ജലമേള ഈ മാസം 28-ന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കും. ഇക്കാര്യം മന്ത്രി പി പ്രസാദ് അടിയന്തര NDBR യോഗത്തിൽ അറിയിച്ചു.
ജലമേള നടത്താൻ മുഖ്യമന്ത്രി അനുമതി നൽകി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജലമേളയിൽ പങ്കെടുക്കും. 1 കോടി രൂപ സർക്കാർ ധനസഹായം അനുവദിച്ചിട്ടുണ്ട്. പള്ളിപ്പുറത്ത് കുഞ്ഞിനെ കൊന്ന് കുഴിച്ചുമൂടിയ സംഭവം അമ്മ ആശാ മനോജിനെയും ആൺസുഹൃത്ത് രാജേഷിനെയും ചേർത്തല കോടതിയിൽ ഹാജരാക്കി. പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പള്ളിപ്പുറത്ത് നവജാത ശിശുവിനെ കൊന്ന് കുഴിച്ചുമൂടിയ സംഭവത്തിൽ പ്രതികളായ ആശാ മനോജിനെയും ആൺസുഹൃത്ത് രാജേഷിനെയും ചേർത്തല കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ആശാ മനോജിനെ കൊട്ടാരക്കര വനിതാ ജയിലിലേക്കും രാജേഷിനെ ആലപ്പുഴ ജില്ലാ ജയിലിലേക്കുമാണ് മാറ്റിയത്. ചേർത്തല കോടതിക്കവലയിലെ കുഴി അപകട ഭീഷണി ഉയർത്തുന്നു. മഴ പെയ്തു കഴിഞ്ഞാൽ കുഴി അറിയാതെ നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. നിത്യേന നിരവധി വാഹനങ്ങളാണ് കോടതിക്കവലയിലൂടെ കടന്നുപോകുന്നത്. ചെറിയ രീതിയിലാണെങ്കിലും ഇവിടെ രൂപപ്പെട്ടിരിക്കുന്ന കുഴി ചില്ലറ ദുരിതമല്ല വാഹനയാത്രികർക്കും വാഹനത്തിൽ കയറാൻ നിൽക്കുന്നവർക്കും നൽകുന്നത്. കുഴിയറിയാതെ വാഹനം വീണ് മലിനജലം തെറിക്കുന്നതും അപകടമുണ്ടാകുന്നതും നിത്യകാഴ്ചയാണ്. പലതവണ ഈ കുഴി അടച്ചതാണെങ്കിലും ദിവസങ്ങൾക്കകം വീണ്ടും രൂപപ്പെടും. ടാറിട്ട് നല്ല രീതിയിൽ കുഴിയടയ്ക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഈ വെള്ളക്കെട്ടെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. കോടതി സമുച്ചയവും എല്ലാം ഉള്ളൊരു പ്രദേശത്ത് ഇത്രയും വെള്ളക്കെട്ട് വന്നിട്ട് അധികാരികൾ ഇതുവരെയും ശ്രദ്ധിച്ചിട്ടില്ല. പല പരാതികളും കൊടുത്ത് RDOയ്ക്ക് വരെയും പരാതി കൊടുത്തിട്ടുള്ളതാണ്. ഇതുവരെ ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ജനങ്ങൾക്ക്. എത്ര ആളുകളുടെ മേത്താണ് ഇവിടെ യാത്രക്കാരുടെ മേത്താണ് ഇവിടെ വെള്ളം തെറിച്ച് വീണമെന്നറിയാം. വണ്ടി പോകുമ്പോൾ അവരടിച്ചു മിന്നിച്ച് വരും. യാത്രക്കാർ പ്രായമുള്ളവർ എല്ലാം വെള്ളത്തിൽ വീണ് അവർക്ക് യാത്ര പോകാൻ പറ്റാതെ വന്നിട്ട് എത്ര പേര് വീണിട്ടുണ്ടെന്നറിയാം. മാലമോഷണ വിവാദം ആരോപണ വിധേയനായ ആലപ്പുഴ നഗരസഭയിലെ ജീവനക്കാരനെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം യോഗം ബഹിഷ്കരിച്ചു. ഈ ആവശ്യം ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് നഗരസഭ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പക്ഷെ നമ്മൾ നഗരസഭാ ഭരണാധികാരികൾ എന്ന നിലയിൽ നഗരസഭയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഈ തെറ്റായ കുറ്റകൃത്യത്തിനെതിരെ അതിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരുവാൻ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുമെന്ന തീരുമാനമെടുക്കുമ്പോൾ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ അത് പോലീസ് അന്വേഷിക്കണം. നഗരസഭാ ചെയർപേഴ്സണിന് കത്ത് പോലീസ് നൽകണം. ആലപ്പുഴ നഗരസഭയിലെ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറുടെ മാനമോഷണവുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് അപകടകരമായ രീതിയിലുള്ള കാര്യങ്ങളാണ് നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും അതുകൊണ്ട് ഇതിന്റെ നിജസ്ഥിതി കണ്ടെത്തണമെന്നും അപ്രകാരം അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് ഉണ്ടാവണമെന്ന് കേസ് അന്വേഷിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ കത്ത് നൽകണം. പോലീസ് അന്വേഷിക്കട്ടെ. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നുള്ളതാണ് നിയമം. ഇദ്ദേഹം നിരപരാധിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടരുതെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. പക്ഷെ കുറ്റക്കാരനാണെങ്കിൽ ആ കുറ്റക്കാരനെ അറിഞ്ഞുകൊണ്ട് ആലപ്പുഴ നഗരത്തിലെ മുഴുവൻ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ട് കൗൺസിൽ വളരെ ലാഘവത്തോടുകൂടി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഈ തെറ്റിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. ആലപ്പുഴ നഗരസഭയിലെ മാലമോഷണ വിവാദത്തിൽ ആരോപണ വിധേയനായ താൽക്കാലിക ജീവനക്കാരനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. കൗൺസിൽ യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മയാണ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ ജീവനക്കാരനെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് ചെയർപേഴ്സൺ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകണമെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം യോഗം ബഹിഷ്കരിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. ആലപ്പുഴ നഗരസഭയിലെ ഉദ്യോഗസ്ഥന്റെ മാലമോഷണം പോയതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ താൽക്കാലിക ജീവനക്കാരനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് കൗൺസിൽ യോഗം തുടങ്ങിയപ്പോൾ തന്നെ ചെയർപേഴ്സൺ KK ജയമ്മ അറിയിച്ചിരുന്നു. മുനിസിപ്പൽ സെക്രട്ടറിയുടെ അന്വേഷണത്തെ തുടർന്നാണ് ജീവനക്കാരനെ മാറ്റി നിർത്തിയത്. ഇത് സംബന്ധിച്ച് ഇയാൾക്ക് കത്ത് നൽകിയതായും ചെയർപേഴ്സൺ KK ജയമ്മ അറിയിച്ചു. എന്നാൽ ജീവനക്കാരനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് ചെയർപേഴ്സൺ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് റീഗോ രാജു ആവശ്യപ്പെട്ടു. തുടർന്ന് പ്രതിപക്ഷം കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ നഗരസഭ കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്നു. CPM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിരുന്ന താൽക്കാലിക ജീവനക്കാരനെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആലപ്പുഴ നഗരസഭയിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് നഗരസഭയ്ക്ക് സമീപം പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. യൂത്ത് കോൺഗ്രസ് അമ്പലപ്പുഴ ആലപ്പുഴ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. ഉയരപ്പാത നിർമ്മാണം തുടങ്ങിയ ശേഷം ദേശീയപാതയിലെ വാഹനാപകടങ്ങളിൽ മരിക്കുന്നതിന് സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. കഴിഞ്ഞ ദിവസം 2 പേർ ദേശീയപാതയിൽ വാഹനാപകടത്തിൽ മരിച്ചിരുന്നു. ഉയരപ്പാത നിർമ്മാണം ആരംഭിച്ച ശേഷം ദേശീയപാതയിൽ തുറവൂരിനും അരൂരിനുമിടയിൽ സ്ഥിരമായി ഉണ്ടാകുന്ന അപകടങ്ങളിൽ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. ഇരുചക്രവാഹനങ്ങൾ സ്ഥിരമായി അപകടത്തിൽപ്പെടുന്നു. കഴിഞ്ഞ ദിവസം 2 പേർ അപകടത്തിൽ മരിക്കുകയുമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. അപകടങ്ങൾ ഒഴിവാകുന്നതിനായി സ്വീകരിച്ച നടപടികൾ
15 ദിവസത്തിനകം കമ്മീഷന് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ചേർത്തല ഇരുമ്പ് പാലം അപകട ഭീഷണിയിലാണെന്നും ഈ പാലത്തിലൂടെ ഭാരവണ്ടികൾ കയറിപ്പോകരുത് എന്ന് പറഞ്ഞിട്ടും നിരവധി ഭാരവണ്ടികളാണ് ഇപ്പോഴും ഈ പാലത്തിലൂടെ കയറിപ്പോകുന്നത്. ഇതിന് അധികൃതർ ഒരു തീരുമാനമെടുത്തില്ലെങ്കിൽ ഇനിയൊരു വലിയ ഒരു അപകടത്തിന് വഴിവെച്ചേക്കാം. ചേർത്തലയിലെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുമ്പ് പാലത്തിന് ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു എന്ന് വിദഗ്ധ സംഘം എത്തി വിലയിരുത്തിയിരുന്നു. തുടർന്ന് വലിയ വാഹനങ്ങൾ കയറാതിരിക്കാൻ പാലത്തിന് കുറുകെ ഇരുമ്പ് ബാറുകളും സ്ഥാപിച്ചിരുന്നു. എന്നാൽ അത് വാഹനമിടിച്ച് ഒടിയുകയും ചെയ്തു. പിന്നീടങ്ങോട്ട് ഭാരവണ്ടികൾ കയറി തുടങ്ങി. പാലത്തിന്റെ സ്ഥിതിയറിയാതെ ദൂരസ്ഥലത്ത് നിന്നും വരുന്ന ചരക്ക് ലോറികളും ഇതുവഴി കയറിപ്പോകുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. കാണാമറയത്തെങ്ങോ ഒരു മുന്നറിയിപ്പ് ബോർഡ് ഉള്ളതൊഴിച്ചാൽ മറ്റൊന്നും ഇവിടെയില്ല. പാലത്തിന്റെ ബലക്ഷയം മുന്നിൽ കണ്ട് അധികൃതർ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയൊരു അപകടത്തിന് ഇവിടെ വഴിതെളിച്ചേക്കാം. ചേർത്തല ആഞ്ഞിലിപ്പാലം മുതൽ മാരാരിക്കുളം വരെയുള്ള ലെവൽ ക്രോസുകളിൽ അപകടങ്ങൾ പതിവാകുന്നു. ഈ ലെവൽ ക്രോസുകളിൽ ഇട്ടിരിക്കുന്ന മെറ്റലുകൾ ഇളകിയും ഈ മെറ്റലുകൾക്കിടയിൽ വാഹനങ്ങളുടെ ടയറുകൾ കയറിയും സ്ഥിരമായി ഇവിടെ വാഹനങ്ങൾ മറിയുന്നത് നിത്യസംഭവമാണ്. കരിങ്കൽ പാളികൾക്കിടയിൽ വാഹനങ്ങളുടെ ടയർ കുരുങ്ങിയാണ് അപകടങ്ങളുണ്ടാകുന്നത്. നിരവധി ഇരുചക്ര വാഹനങ്ങൾ നിത്യേന വാഹനവുമായി മറിഞ്ഞു വീഴുന്നുണ്ട്. മഴ പെയ്തു കഴിഞ്ഞാൽ അപകടത്തിൽപ്പെടുന്ന വാഹനങ്ങളുടെ എണ്ണവും വർദ്ധിക്കുന്നു. അടിയന്തരമായി ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റെയിൽവേ ക്രോസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പേര് വീഴുന്നുണ്ട്. ബാക്കി മഴ പെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പേര് വീഴുന്നുണ്ട്. അത് എത്രയും വേഗം അധികാരികൾ ഇത് നന്നാക്കി കൊടുക്കണമെന്ന് പറയുന്നു. ചേർത്തല AS കനാൽ വീണ്ടും മാലിന്യവാഹിനിയാകുന്നു. പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെ നിരവധി കുപ്പികൾ ഇപ്പോൾ ഈ തോട്ടിൽ കൊണ്ട് ഇടുന്നുണ്ട്. ചേർത്തല AS കനാൽ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകർ ഉൾപ്പെടെ രംഗത്ത് വന്നെങ്കിലും AS കനാലിന് ശാപമോക്ഷമില്ല. ചേർത്തല കുറിയമുട്ടം കായലിൽ പതിക്കുന്ന കനാലിന്റെ പല സ്ഥലങ്ങളിലും മാലിന്യം കുന്നുകൂടുന്നുണ്ട്. പ്ലാസ്റ്റിക് കുപ്പികളും വലിച്ചെറിയപ്പെടുന്നു. കനാൽ മലിനമാക്കരുതെന്ന രീതിയിൽ നിരവധി ബോധവൽക്കരണ പരിപാടികൾ നടത്തിയെങ്കിലും സ്ഥിതിയിൽ യാതൊരു മാറ്റവുമില്ല. സംസ്ഥാന കേര കർഷക സൗഹൃദ സംഗമത്തിന് വൈക്കത്ത് സമാപനം. കർഷക പുരയിടത്ത് തെങ്ങിൻ തൈ നട്ടുകൊണ്ടായിരുന്നു ഉദ്ഘാടനം. സംഗമത്തിന്റെ ആദ്യ ദിനത്തിൽ നൂറുകണക്കിന് കേര കർഷക പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകളുടെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള തെങ്ങിൻ തൈ നടീൽ നടന്നത്. വൈക്കം ടൗണിലെ പരേതനായ തരിയൻ മാത്യൂസ് കണിയാമ്പറമ്പിലിന്റെ പുരയിടത്തിൽ നടന്ന കർഷക സൗഹൃദ കൂട്ടായ്മ കേര കർഷകരുടെ കാർഷിക പ്രതിബദ്ധതയുടെ പ്രഖ്യാപനം കൂടിയായി. ലോക നാളികേര ദിനമായ 2023 സെപ്റ്റംബർ 2 ഇരിങ്ങാലക്കുടയിൽ നിന്നും ആരംഭിച്ച് ഒന്നാം സൗഹൃദ സംഗമമാണ് മറ്റൊരു ലോക നാളികേര ദിനമായ സെപ്റ്റംബർ 2 100ാം സംഗമമായി വൈക്കത്ത് സമാപിച്ചത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലുമായി 71 നിയോജക മണ്ഡലങ്ങളിൽ 100 കേന്ദ്രങ്ങളിൽ സംഗമങ്ങൾ നടന്നിട്ടുണ്ട്. കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാനും പ്രോഗ്രാം ചീഫ് കോർഡിനേറ്ററുമായ തോമസ് ഉണ്ണിയാടൻ അധ്യക്ഷത വഹിച്ചു. പാർട്ടി നേതാക്കളായ അബ്ബു ജോൺ ജോസഫ്, KF വർഗീസ്, MB പോളി, തോമസ് കണന്തറ, പോൾസൺ ജോസഫ്, മിനി മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മൾ 2023 ഏപ്രിൽ മാസം 10-11 തീയതികളിൽ സംഗീത അക്കാദമിയിൽ നടന്ന കേരള കർഷക മഹാസമര സംഗമത്തിൽ പാർട്ടി ചെയർമാൻ ഒരു കാര്യം പ്രഖ്യാപിക്കുകയുണ്ടായി. കേരള കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം അവസാനിക്കുന്നില്ല. നമ്മൾ കേരളത്തിലുടനീളം കർഷക പുരയിടങ്ങളിൽ കണ്ടമംഗലം ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്ന യാഗത്തിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു. പട്ടണക്കാട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ KS ജയൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ അനിൽകുമാർ അഞ്ചംതറ അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ രാധാകൃഷ്ണൻ തേറാത്ത് സ്വാഗതം പറഞ്ഞു. സംഘാടക സമിതി ഭാരവാഹികളും സബ് കമ്മിറ്റി ഭാരവാഹികളും ഉപദേശക സമിതി അംഗങ്ങളും ദേവസ്വം കമ്മിറ്റി മെമ്പർമാരും ഭക്തജനങ്ങളുമടക്കം നിരവധി പേർ ചടങ്ങിന് സാക്ഷികളായി. നവംബർ 1 മുതൽ 10 വരെയാണ് മഹായാഗ ദിനങ്ങൾ. കേരളത്തിൽ ആദ്യമായി നടക്കുന്ന ശ്രീ സൂക്ത പൂർവക ലക്ഷ്മി യാഗത്തിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് സംഘാടക സമിതി ഒരുക്കുന്നത്. യാഗശാലയിൽ ജ്വലിപ്പിക്കാനുള്ള ഭദ്രദീപം ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മം കൊണ്ട് പുണ്യമായ ചെമ്പഴന്തിയിൽ നിന്നുമാണ് കൊണ്ടുവരുന്നത്. യാഗശാലയിൽ പ്രതിഷ്ഠിക്കാനുള്ള ദേവി വിഗ്രഹം കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും എത്തിക്കും. പ്രൊഫസർ വിമൽ വിജയാണ് യാഗത്തിന്റെ സംയോജകൻ. ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭരണസമിതി അംഗങ്ങളെ, ഇവിടെ കൂടിയിരിക്കുന്ന ഇതിൻ്റെ ഓരോ ഭാരവാഹികളെ, ഇവിടുത്തെ ഭക്തരായിട്ടുള്ള ഭക്തജനങ്ങളെ, നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ അമ്പലത്തിൽ തുടങ്ങാൻ ഇരിക്കുന്ന ശ്രീ സൂക്ത പൂർവക സൗഭാഗ്യ ലക്ഷ്മി യാഗത്തിൻ്റെ
ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങാണ്. അതിൻ്റെ പ്രാരംഭ നടപടികളുടെ ആദ്യപടി എന്നോളമാണ് നമ്മളിതിൻ്റെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഉദ്ഘാടനം നടത്തുന്നത്. ആലപ്പുഴ നഗരത്തിൽ പൂവും പച്ചക്കറികളും കൃഷി ചെയ്ത് സ്ത്രീ കൂട്ടായ്മ മാതൃകയാകുന്നു. സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ പുരയിടത്തിലാണ് കൃഷി ഇറക്കിയത്. വെണ്ട, തക്കാളി, കുറ്റിപ്പയർ, സാലഡ് വെള്ളരി, പച്ചമുളക്, ബന്ദിപ്പൂവ് ഇനങ്ങളാണ് പ്രധാനമായി കൃഷി ചെയ്തത്. 100 മേനി വിളവ് ആയതിലുള്ള സന്തോഷത്തിലാണ് സ്ത്രീ കൂട്ടായ്മ. വിളവെടുപ്പ് ഉദ്ഘാടനം നഗരസഭ വൈസ് ചെയർമാൻ PSM ഹുസൈൻ നിർവഹിച്ചു. ആലപ്പുഴ നഗരത്തിനകത്ത് 2021 നഗരസഭ ജൈവ പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തുടക്കം കുറിക്കുന്നത്. അതിന്ന് സത്യത്തിൽ ആലപ്പുഴ നഗരത്തിൽ ആകെ ആളുകൾ ഏറ്റെടുക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. നഗരത്തിൽ കൃഷി വ്യാപകമാകുമ്പോൾ ആ കൃഷിക്കൊരു വിപണി വേണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കൃഷിക്ക് ഇവിടെ നേതൃത്വം കൊടുക്കുന്ന സോഫിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ സോഫിങ്ങാണ് നാം കൃഷി ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ സോഫിയും അതോടൊപ്പം തന്നെ സോഫിയുടെ സുഹൃത്തുക്കളായ ചെറുപ്പക്കാരായ സ്ത്രീകളും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ബിന്ദു തോമസിൻ്റെ വാർഡിലാണ് ഇവിടെ ഈ സ്വകാര്യ വ്യക്തി സൗജന്യമായി വിട്ടു നൽകിയ ഈ ഭൂമിയിൽ, വൈക്കത്ത് ഫാമിലിയുടേതായ ഉടമസ്ഥതയിലുള്ള ഈ ഭൂമിയിൽ പൂക്കൃഷി മുന്നിലും പുറകുവശത്ത് പച്ചക്കറി കൃഷിയും ആവശ്യമുള്ളിടത്തോളം കാലം അത് ചെയ്യാം എന്ന അവരുടെ തന്നെ നല്ല മനസ്സിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ കൃഷി ഒരുക്കിയിട്ടുള്ളത്. ഇത് നഗരത്തിലാകെ പരമാവധി വീടുകളിലേക്ക് 52 വാർഡിലും ആലപ്പുഴ നഗരസഭ ജൈവ പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സൗജന്യമായി അതിൻ്റെ തൈ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിക്കഴിഞ്ഞു. അത് ഈ ഓണക്കാലത്ത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള കീടനാശിനി തളിച്ച പച്ചക്കറിയുടെ വരവിനെ ചെറുക്കാൻ ഉൾപ്പെടെ ഈ പ്രവർത്തനം സഹായകരമാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വ്യക്തികളും ഗ്രൂപ്പുകളും ഈ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് രംഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ നഗരത്തിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ നമ്മുടെ നഗരത്തിനകത്ത് തന്നെ വിളയിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ R വിനിത, കൗൺസിലർമാരായ ബിന്ദു തോമസ്, B നസീർ, രാഖി രജികുമാർ, യുവകർഷക സോഫി, നിജു തോമസ്, കർഷക കൂട്ടായ്മയിലെ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വയനാടിന്റെ അതിജീവനത്തിനായി വൈക്കത്ത് ബിരിയാണി ചലഞ്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് വൈക്കം തലയാഴം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. യൂത്ത് കോൺഗ്രസ് വൈക്കം തലയാഴം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയനാടിന്റെ അതിജീവനത്തിനായി ധനസമാഹരണത്തിനായി ബിരിയാണി ചലഞ്ച് നടത്തി. വയനാട്ടിലെ ഭവനരഹിതരായവർക്ക് ഭവനമൊരുക്കുന്നതിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ച 30 വീടുകളുടെ പൂർത്തീകരണത്തിന് തുക നൽകുന്നതിനാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. 100 രൂപ നിരക്കിൽ 1500 ബിരിയാണികൾ വിറ്റഴിച്ചു. തലയാഴം ഉല്ലല പള്ളിഹാളിൽ നടന്ന ബിരിയാണി ചലഞ്ച് KPCC അംഗം മോഹൻഡി ബാബു ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് തലയാഴം മണ്ഡലം പ്രസിഡന്റ് ജാക്സൺ സേവ്യർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PD ഉണ്ണി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് V പോപ്പി, യൂത്ത് കോൺഗ്രസ് വൈക്കം മണ്ഡലം പ്രസിഡന്റ് ആദർശ് രഞ്ജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചരമവാർത്ത. ചേർത്തല നഗരസഭ 8ാം വാർഡിൽ വേഴക്കാട്ട് പ്രഭാകരൻ നിര്യാതനായി. 90 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാറ്റിവെച്ച നെഹ്റു ട്രോഫി ജലമേള ഈ മാസം 28-ന്. ജലമേളയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. 1 കോടി രൂപയോളം അനുവദിച്ച് സർക്കാർ. പള്ളിപ്പുറത്ത് നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് ശ്വാസം മുട്ടിച്ചാണെന്ന് അമ്മയുടെ ആൺ സുഹൃത്ത് രതീഷ്. കുഞ്ഞിന്റെ മൂക്കും വായും പൊത്തിപ്പിടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നും കുഞ്ഞിനെ കൊന്ന വിവരം അമ്മ ആശയ്ക്ക് അറിയാമായിരുന്നുവെന്നും ജില്ലാ പോലീസ് മേധാവി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പള്ളിപ്പുറത്ത് കുഞ്ഞിനെ കൊന്ന് കുഴിച്ചുമൂടിയ സംഭവം അമ്മ ആശാ മനോജിനെയും കുഞ്ഞിനെ കൊന്ന ആൺ സുഹൃത്ത് രാജേഷിനെയും ചേർത്തല കോടതിയിൽ ഹാജരാക്കി. പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ആലപ്പുഴയിലെ മാലമോഷണ വിവാദം. ആരോപണ വിധേയനായ ആലപ്പുഴ നഗരസഭയിലെ ജീവനക്കാരനെതിരെ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം യോഗം ബഹിഷ്കരിച്ചു. ഈ ആവശ്യം ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ദേശീയപാത ഉയരപ്പാത നിർമ്മാണം തുടങ്ങിയ ശേഷം ദേശീയപാതയിലെ അപകടങ്ങളിൽ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 പേർ വാഹനാപകടത്തിൽ ഇവിടെ മരിച്ചിരുന്നു. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.